ഷൂട്ടിംഗ് കാണാൻ ആളില്ലായിരുന്ന ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ്. വിനീത് ശ്രീനിവാസൻ. മലയാള സിനിമയിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചെറിയ ബജറ്റിൽ വരുന്ന സിനിമകൾ വലിയ വിജയങ്ങളായി മാറുക എന്നതാണത്. അത്തരത്തിൽ യാതൊരു ഹൈപ്പുമില്ലാതെ വന്ന് 2019 വലിയ ഹിറ്റടിച്ച ചിത്രമായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. മാത്യു തോമസും അനശ്വര രാജനുമായിരുന്നു പ്രധാന വേഷങ്ങളെത്തിയത്. ഗിരീഷ് ഏടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ഒരു പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്തിരുന്നു. ആ സിനിമയിലേക്ക് താൻ എത്തിയത് ആകസ്മികമായിട്ടായിരുന്നുവെന്നും ജോമോൻ ഡി ജോണാണ് തന്നെ ആ സിനിമയിലേക്ക് വിളിച്ചതെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു. ഞാൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ ഒരു കഥാപാത്രമുണ്ടെന്നും 10 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ എന്നും വിനീത് വരണമെന്നും പറഞ്ഞു. ജോമോൻ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. അങ്ങനെയാണ് കഥ കേട്ട് ഇഷ്ടമായി തണ്ണീർമത്തനിലേക്ക് എത്തുന്നത്. സാധാരണയിൽ നിന്ന് ഒരു പടി മുകളിൽ നിൽക്കുന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നൊരു ഭയമുണ്ടായിരുന്നു. ഒരു ചെറിയ പടം എന്ന നിലയിലാണ് റിലീസ് ദിവസം വരെ തണ്ണീർമത്തനെ എല്ലാവരും നോക്കിക്കണ്ടത്. ഷൂട്ടിംഗ് കാണാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. തിയേറ്ററിലെത്തിയപ്പോൾ കൊച്ചുപടം വലിയ പടമായി. തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ ചിത്രവുമായി മാറി. അത്തരമൊരു സിനിമയുടെ ഭാഗമാകാനായതിൽ അഭിമാനം തോന്നുന്നു. തണ്ണീർമത്തൻ ഞാനും അച്ഛനും ഒരുമിച്ചാണ് കണ്ടത്. പക്ഷേ അച്ഛൻ വീട്ടിലെത്തിയും സിനിമയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ചോദിക്കാനും പോയില്ല. പടം ഇഷ്ടമായിട്ടുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം, വിനീത് പറയുന്നു.